ദക്ഷിണ കൊറിയയിൽ വിമാനം അപകടത്തിൽപ്പെട്ട് 179 പേർ മരിച്ചു. മുവാൻ വിമാനത്താവളത്തിൽ വെച്ചാണ് അപകടമുണ്ടായത്. റൺവേയിൽ നിന്നും തെന്നിമാറിയ വിമാനം തൊട്ടടുത്ത മതിലിൽ ചെന്നിടിക്കുകയായിരുന്നു. ഹൈഡ്രോളിക് സംവിധാനത്തിന്റെ തകരാറാണ് അപകട കാരണമെന്നാണ് നിഗമനം. ലോകത്തെ നടുക്കി ദക്ഷിണ കൊറിയൻ വിമാനാപകടം. മുവാൻ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ പ്രാദേശിക സമയം രാവിലെ 9 മണിക്കാണ് വൻ ദുരന്തമുണ്ടായത്. ബാങ്കോക്കിൽ നിന്നെത്തിയ ജെജു എയർലൈൻസ് വിമാനം ലാൻഡിങ്ങിനിടെ റൺവേയിൽ നിന്ന് തെന്നിമാറി പൊട്ടിത്തെറിച്ചായിരുന്നു അപകടം. വിമാനത്തിന്റെ പിന്നിലിരുന്ന ജീവനക്കാരനും യാത്രക്കാരനും മാത്രമാണ് അത്ഭുതകരമായി രക്ഷപ്പെട്ടത്. യന്ത്ര തകരാറാണ് അപകട കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. അപകടത്തിൽ ദക്ഷിണ കൊറിയ അന്വേഷണം പ്രഖ്യാപിച്ചു. ദുരന്തത്തിൽ ജെജു എയർലൈൻസ് മാപ്പപേക്ഷിച്ച് സന്ദേശവും പുറത്തിറക്കി. ലോകത്തെ നടുക്കിയ വിമാനാപകടത്തിൽ ഭാരതം അനുശോചിച്ചു. അതീവ ദുഃഖത്തോടെയാണ് വാർത്ത കേൾക്കുന്നതെന്നും മരിച്ചവരുടെ കുടുംബത്തിനൊപ്പമാണ് ഇന്ത്യൻ എംബസിയെന്നും സോളിലെ ഇന്ത്യൻ സ്ഥാനാധിപതി അമിത് കുമാറും അറിയിച്ചു. ഇന്റർനാഷണൽ ഡെസ്ക്, ജനം. കൂടുതൽ വിവരങ്ങളുമായി ഐസൺ ജോസ് കൂടി ചേർന്നുണ്ട്. ഐസൺ, ആ നടക്കുന്ന ദൃശ്യങ്ങൾ തന്നെയാണ് നമ്മൾ കാണുന്നത്. ഒരുപക്ഷെ ഈ അടുത്തിടെ ഉണ്ടായ മറ്റൊരു വിമാന അപകടം കൂടിയാണിത്. നേരത്തെ അസർബൈജാൻ വിമാനം അപകടത്തിൽപ്പെട്ടിരുന്നു. അതിലും നിരവധി പേരാണ് മരിച്ചത്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഈ ഒരു വിമാനവും കൂടി അപകടത്തിൽപ്പെടുന്നതും. വളരെ വലിയൊരു ദാരുണമായൊരു അപകടത്തിലേക്ക് നയിക്കുന്ന ഒരു കാരണവും ഉണ്ടായത്. നിലവിൽ അപകട കാരണം സംബന്ധിച്ച് എന്തെങ്കിലും സ്ഥിരീകരണങ്ങൾ ഈ ഒരു ഘട്ടത്തിൽ ഉണ്ടാകുന്നുണ്ടോ? വിഷ്ണു, നിലവിലെ സാഹചര്യത്തിൽ അപകട കാരണം സംബന്ധിച്ച വിശദീകരണങ്ങളെല്ലാം തന്നെ പ്രാഥമികമായ വിശദീകരണങ്ങൾ മാത്രമാണ് പുറത്തു വന്നിട്ടുള്ളത്. നമുക്ക് കാണാവുന്നതാണ്, ദൃശ്യങ്ങളിലെല്ലാം തന്നെ മനസ്സിലാക്കാവുന്നതാണ്. ഈ വിമാനത്തിന്റെ ലാൻഡിംഗ് ഗിയർ, അതായത് അതിന്റെ ചക്രങ്ങൾ പുറത്തു വരുന്നതിൽ ഒരു തകരാർ സംഭവിക്കുകയും അതിന്റെ മുൻചക്രം പുറത്തേക്ക് വന്നില്ല എന്നതാണ് ഇപ്പോൾ പ്രാഥമികമായും മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ വിമാനത്തിന്റെ നിയന്ത്രണം പൂർണ്ണമായും നഷ്ടപ്പെടുകയും ഭൂമിയിൽ സഞ്ചരിക്കുന്ന അല്ലെങ്കിൽ റൺവേയിലൂടെ ഓടുന്ന വിമാനത്തിന്റെ നിയന്ത്രണം പൂർണ്ണമായും നഷ്ടപ്പെടുകയും അതിവേഗത്തിൽ റൺവേയിൽ നിന്ന് തെന്നിമാറുകയും ചെയ്യുകയായിരുന്നു. റൺവേയിൽ നിന്ന് തെന്നിമാറിയപ്പോൾ തന്നെ തെന്നിമാറി നേരെ വിമാനത്താവളത്തിന്റെ പരിസരത്തുള്ള, അതായത് വിമാനത്താവളത്തിന്റെ അതിർത്തിയിലുള്ള മതിലിൽ ഇടിക്കുകയും പൊട്ടിത്തകരുകയും ഇത്തരത്തിൽ ഒരു അഗ്നിഗോളമായി മാറുകയുമാണ് ഉണ്ടായത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ 179 പേരാണ് മരിച്ചത്. 2 പേർ മാത്രമാണ് രക്ഷപ്പെട്ടത്. വിമാനത്തിന്റെ ഏറ്റവും പുറകിലിരുന്ന 2 പേർ മാത്രം ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടു എന്ന് മാത്രമേ പറയാൻ സാധിക്കുന്ന ഒരു സാഹചര്യമുള്ളൂ. 179 പേരും മരണമടഞ്ഞു എന്നതാണ് ഏറെ ദുഃഖകരമായ ഒരു സത്യം. ശരി, ഐസൺ ജോസാണ് വിവരങ്ങൾ നൽകിയത്.